Good morning all. നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അസസ്മെൻറ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള അസസ്മെൻ്റാണ്. ഒരു കുട്ടിയുടെ മൊത്തം പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അസസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് എന്തായിരിക്കണം, അപ്പോൾ ഫെയർ ആയിരിക്കണ്ടേ. ഫെയർ ആയി മാത്രമേ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് കുട്ടിയുടെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ദ ടോപ്പിക് എൻഷുറിങ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്. എൻഷുറിങ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചിത്രത്തിലേക്ക് നോക്കി. അതിലെന്താ ഉള്ളത്, ഒരു ടീച്ചറുണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ അതിലെന്താ ടീച്ചർ പറയുന്നത്, അതായത് ഒരു ഫെയർ ആയിട്ടുള്ള സെലക്ഷന് വേണ്ടി ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ആ മരത്തിൽ കയറണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ആ ഒരു എക്സാമായിട്ട് ടീച്ചർ പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് കണ്ണ് കാണുന്നതാണ്, ഒരു കുട്ടിക്ക് കണ്ണ് കാണാത്തതാണ്. അപ്പോൾ അവിടെ ഫെയർ ആയിട്ടുള്ള സെലക്ഷൻ ആണ് ഉണ്ടാവുക. അല്ല, ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്, അൺഫെയർ ആണ്. അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അസസ്മെൻറ്റ് എന്തായിരിക്കണം, എപ്പോഴും അസസ്മെൻറ്റ് ഫെയർ ആയിരിക്കണം. അപ്പോൾ എന്താണ് എൻഷുറിങ് ഫെയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിന് മുന്നേ അസസ്മെൻറ്റ് എന്താണെന്ന് പറയാം. അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ്, സെലക്ടിങ്, ഡിസൈനിങ്, കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ആണ്. അതായത് ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, അത് കൃത്യമായിട്ട് ഓരോ കുട്ടിയുടെയും കളക്ട് ചെയ്യണം. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു കുട്ടിയുടെ മൊത്തം പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുട്ടിയുടെ ലേണിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിനാണിത് സഹായിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്? അതായത് ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് അല്ലേ, അവരുടെ ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്, അവരുടെ നീഡ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും വ്യത്യാസമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്കത് ഫെയർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതായത് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും കുട്ടിയുടെ ആ ഒരു എത്രത്തോളം നോളജ് ഉണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളൊരു അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ കുട്ടിക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അല്ലാണ്ട് ഒരു കുട്ടിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ചെയ്യരുത്. അപ്പോൾ അതെന്തായി പോകും, അൺഫെയർ ആയി പോകും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫെയർനെസ് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ബയാസ് ആണ്. അതായത് വേർതിരിവും കാര്യങ്ങളില്ലാതെ ഇറ്റ് ഷുഡ് ബി കമ്പാരബിൾ ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ഫെയർനെസ്. അതായത് ഓരോ ഗ്രൂപ്പ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ഓക്കെ, ഫസ്റ്റ് വൺ ആബ്സെൻസ് ഓഫ് ബയാസ് ആൻഡ് സെക്കൻഡ് വൺ പ്രൊസീജിയറൽ ഫെയർനെസ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആണ്. അതായത് ഓരോരാൾക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് റിസൾട്ട്സ്. അതായത് ആവറേജ് പെർഫോമൻസ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ആവറേജ് പെർഫോമൻസ് എന്തായിരിക്കണം, അത് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്, ആബ്സെൻസ് ഓഫ് ബയാസ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്, സെക്കൻഡ് വൺ പ്രൊസീജിയറൽ ഫെയർനെസ്. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈക്വാലിറ്റി ഓഫ് റിസൾട്ട്സ്. ഓക്കെ, മനസ്സിലായില്ലേ അത്? ഇനി നമ്മൾ ഇത്ര നേരം ഫെയർനെസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അൺഫെയർനെസ്? അതെന്തായിരിക്കും, അത് ഇൻഡിവിജ്വൽ ഡിഫറൻസസും കൺസിഡർ ചെയ്തിരിക്കുക, ഒരാളെ ഫേവർ ചെയ്യുക, അതൊക്കെ എന്താണ്, അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് ഹാലോ എഫക്റ്റ്. അതായത് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതായത് ഒരു കുട്ടിയെക്കുറിച്ചുള്ള അതിന് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും, അത് ആ കുട്ടി നല്ലതാണ്, അല്ല ആ കുട്ടി കുറച്ച് മോശമാണ്, പഠിക്കാൻ കുറച്ച് മോശമാണെന്നുള്ളൊരു അത് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. അത് ഈ പോസിറ്റീവ് ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യില്ല, അത് വെച്ചിട്ട് ഒരിക്കലും പിന്നീട് അങ്ങോട്ട് വാലിഡേറ്റ് ചെയ്ത്, അതായത് ആ കുട്ടിയെ പിന്നീട് പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുന്നേ ഉള്ള ആ ഒരു ഇമ്പ്രഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഫേവറിസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്താ പറയുക, അത് അൺഫെയർ ആയി നമ്മൾ പറയുന്നത്. ഇനി ഈ ഫെയർനെസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതായത് ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട് നമ്മൾ അസസ്മെൻറ്റ് ഫെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഡോൺ റഷ്. അത് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യരുത്. അപ്പോൾ ചില ടീച്ചേഴ്സ് ഇപ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്തോ, അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കുട്ടിയുടെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അസസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് അൺഫെയർ ആയി പോകും. സോ റഷായിട്ട് ചെയ്യരുത്. അപ്പോൾ ഡോൺ റഷ്.
അടുത്തത് പ്ലാൻ യുവർ അസസ്മെൻറ്റ് കെയർഫുള്ളി. അതായത് ഓരോ അസസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതിന് കൃത്യമായിട്ടുള്ള ഗോൾ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള എയിംസ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അടുത്തത് എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസ് എന്തോ ആയിക്കോട്ടെ, അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തിലായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ ഗാർഡ് അഗെയിൻസ്റ്റ് അൺഇൻറ്റൻഡഡ് ബയാസ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, അതായത് ഫാമിനെ കുറിച്ച് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു കുട്ടിക്കാണ് ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എഴുതാൻ വേണ്ടി പറ്റും. കാരണം ആ കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കുട്ടി കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു അർബൻ ഏരിയാസിലുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടി ചിലപ്പോൾ കണ്ടിട്ടേ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടി കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു കൾച്ചറൽ ഡിഫറൻസസ്, റീജിയണൽ ഡിഫറൻസസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുട്ടിക്ക് കൃത്യമായിട്ട് ആ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഫെയർ ആയിട്ട് മാറുള്ളൂ. പിന്നെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ ആലോചിക്കുക. അതായത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആളുകളോട് ഒപ്പീനിയൻസ് ചോദിച്ചിട്ട് വേണം ഒരു അസസ്മെൻറ്റ് ടൂൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അത് നമുക്ക് പാർഷ്വാലിറ്റി അല്ലെങ്കിൽ ഫേവറിസം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ വ്യൂ പോയിന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ലാർജ് സ്കെയിൽ അസസ്മെൻറ്റ് ടൂൾസ് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെയർനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് വേസ് എന്തൊക്കെയാണ്, ഡോണ്ട് റഷ് ആൻഡ് പ്ലാൻ യുവർ അസസ്മെൻറ്റ് കെയർഫുള്ളി. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. പിന്നെ അൺഇൻറ്റൻഡഡ് ബയാസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഓരോ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യൂ പോയിന്റ്സ് കളക്ട് ചെയ്യണം. പിന്നെ ലാർജ് സ്കെയിലായിട്ട് അസസ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫെയർനെസ് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഫെയർനെസ് അസസ്മെൻറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളില്ലേ. അതായത് അതിന് എന്തൊക്കെ ടീച്ചേഴ്സിന് ചെയ്യാം, ടീച്ചേഴ്സിന് അതായത് സിംഗിൾ ആയിട്ടൊരു അസസ്മെൻറ്റ് മെത്തേഡ് മാത്രമായിട്ട് ടീച്ചർ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെന്താ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ഡിഫറെൻറ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് കൺസിഡർ ചെയ്യുക. പിന്നെ ഓരോ അസസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതായത് പ്രീവിയസ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ അത് വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഇനി ഈ ഓരോ ഫെയർനെസ് ഇൻ അസസ്മെൻറ്റിൽ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ഇംപ്രൂവ് ലേണിംഗ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക. അതെന്താണ്, നമുക്കറിയാം അസസ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് വെച്ചാൽ എന്താ, അതായത് അസസ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എയിം ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ലേണിംഗ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അസസ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഫോമാറ്റീവ് അസസ്മെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതർ അസസ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തത് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. അതായത് അസസ്മെൻറ്റ് എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അപ്പോൾ കുട്ടിയുടെ അസസ്മെൻറ്റ് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അസസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് ഈ ഒരു അസസ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ സെക്കൻഡ് പ്രിൻസിപ്പിൾ, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തത് മാച്ച് ദ ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കണ്ടന്റ്. അതായത് ഓരോ ചാപ്റ്റേഴ്സിനും എന്ത് ചെയ്യും, കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും അല്ലെ, ഒരു ലേണിംഗ് ഔട്ട്കം അതിന് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് അതിലെത്രണ്ണം അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളത് അസസ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിൽ ഏതെങ്കിലും ഒന്ന് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, കുട്ടിക്ക് അത് പഠിച്ചിട്ട് ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി എൻഡിവേഴ്സ് ടു ബി ഫ്രീ ഫ്രം ബയാസ്. അതായത് ബയാസ് ഒന്നും ഇല്ലാതെ, വേർതിരിവൊന്നും ഇല്ലാതെ കുട്ടിയുടെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൺസിഡർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫേവറിസം കാണിക്കരുത്, ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് പോസസ് ട്രാൻസ്പെറൻസി. അതായത് ട്രാൻസ്പെറൻസി ഉണ്ടാവുക. അതായത് കുട്ടി എന്ത് ചെയ്യണം, ആ ഒരു അസസ്മെൻറ്റ് പർപ്പസും കാര്യങ്ങളൊക്കെ കുട്ടി ബോധറായിരിക്കണം. അത് ക്ലിയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, സിലബസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന രീതിയിൽ കുട്ടിക്ക് അവെയർ ആയിരിക്കണം. ഓക്കെ, അതാണ് എന്ത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് പറഞ്ഞത്, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആൻഡ് ഹാസ് ട്രാൻസ്പെറൻസി and then endeavors to be free from bias and then matching the learning outcomes and content. അതൊക്കെ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ഫെയർനെസ് എന്താണെന്ന് പറഞ്ഞു, അൺഫെയർനെസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി
സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഒരു ഫെയർ ആയിട്ട് അസസ്മെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് അത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർലി ആ ലേണിംഗ് ഔട്ട്കം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ എന്ത് ചെയ്യുക, അതായത് അസസ്മെന്റ് എന്താണ് നമ്മൾ പഠിപ്പിച്ചത് അതുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യണം. പിന്നെ എന്താണ് സ്റ്റുഡൻസ് എങ്ങനെയാണ് ആ ടാസ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരെ എൻകറേജ് ചെയ്യുക. പിന്നെ എന്താണ് ഒരു അസസ്മെന്റ് ഇന്റർപ്രറ്റ് ചെയ്യുക, അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, പിന്നെ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കുക, ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമുക്കറിയാം അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യല്ലേ. അസസ്മെന്റ് കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു അസസ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ കഴിവ് മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിക്കും. അപ്പം അതിന്റെ റിലേഷൻ എന്താണ്, ഒരു നല്ലൊരു അസസ്മെന്റ് എന്ത് ചെയ്യുന്നു, ലേണറിന് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതെന്ത് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കും. അതെന്ത് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും അല്ലേ. കൃത്യമായിട്ടൊരു അസസ്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ കഴിവ് എന്താണ്, നമുക്ക് എത്രത്തോളം പറ്റും, അപ്പം എന്ത് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ആ കോൺഫിഡൻസും നോളജും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേറ്റഡ് ടേംസ് ആണ്. ഇനി അസസ്മെന്റും സെൽഫ് എസ്റ്റീം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലേണറിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതായത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൈ സ്കോർ വീണ്ടും വീണ്ടും മാർക്ക് വാങ്ങാനുള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇനി അസസ്മെന്റ് മോട്ടിവേഷനും, അപ്പോൾ നമ്മുടെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം ഒക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക് മോട്ടിവേറ്റ് ചെയ്യില്ലേ. നമുക്കിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും മാർക്ക് വാങ്ങാനുള്ള ഒരു ഇത് വരും. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മുടെ ലേണിംഗ് അതെന്ത് ചെയ്യും, എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് ഒരുപാട് തരത്തിൽ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് കിട്ടി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പരീക്ഷ മാർക്ക് ഒരു കമ്പാരിസൺ നമ്മൾ ചിലപ്പോൾ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അത്തരത്തിലുള്ള അസസ്മെന്റ് ആണ് ഇപ്സാക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആ അസസ്മെന്റ് നമ്മൾ പറയുന്നതാണ് ഇപ്സാക്റ്റീവ് അസസ്മെന്റ്. അതായത് നമ്മുടെ കറണ്ട് പെർഫോമൻസ് പ്രീവിയസ് പെർഫോമൻസ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അതെന്ത് ചെയ്യും, കോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനൊരുപാട് മെറിറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ എന്താണ് എൻകറേജ് ചെയ്യുക, സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് മനസ്സിലാക്കിക്കുക, പിന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടുക, കോൺഫിഡൻസ്, നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം. അതിന് ലിമിറ്റേഷൻ എന്തായിരിക്കും, അതായത് പാസ്റ്റ് അസസ്മെന്റ് എല്ലാ സമയം അവൈലബിൾ എന്നില്ല, കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ഒരുപാട് മോഡ്യൂൾസും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ സമയത്തും അസസ്മെന്റ് നടക്കണമെന്നില്ല. ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഡ്രോബാക്സ് ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഇപ്സാക്റ്റീവ് അസസ്മെന്റ്, കമ്പയർ ചെയ്യുന്നതാണ് ഇപ്സാക്റ്റീവ് അസസ്മെന്റ്. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഓർമ്മിക്കുക. പിന്നെ നമ്മൾ ഫെയർനെസ് അൺഫെയർനെസ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, അതിന്റെ എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.